ആലിയ കട്ട് ഷോർട്ട് കുർത്തി എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ആദ്യം തന്നെ ഷോൾഡർ നോക്കുക, ഇഞ്ചസിലാണേ നോക്കുന്നത്. പിന്നെ ഷോൾഡർ ടു ബ്രസ്റ്റ് ലെങ്ത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ സൈസിന് ഇത് ചെയ്യാൻ പറ്റും, ഇല്ലെന്നുണ്ടെങ്കിൽ ബോഡി മെഷർമെൻറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. പിന്നെ ചെസ്റ്റ് റൗണ്ട്, പിന്നെ എടുക്കേണ്ടത് വെയ്സ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് എടുക്കുക, പിന്നെ വെയ്സ്റ്റ് റൗണ്ട് എടുക്കുക, പിന്നെ ഫുൾ ലെങ്ത് എടുക്കുക. എത്രയും ലെങ്ത് വേണം എന്നുള്ളത് നോക്കുക. പിന്നെ കഴുത്തിൻ്റെ വീനെക്കാണ് ചെയ്യുന്നത്, അപ്പോൾ ചരിച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. 7.2 ഞാൻ എടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3.2 ആണ്. ബാക്ക് ലെങ്ത് എടുക്കുന്നത് 4 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. വിഡ്ത്ത് 3.2 ആണ്. പിന്നെ ഫുൾ ലെങ്ത്, സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് എടുക്കുക. 21 ഒക്കെയാണ് ഞാൻ എടുക്കുന്നത്. റൗണ്ട് ഒരു 8 ഒക്കെ എടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ മാർക്ക് ചെയ്യുവാണ് ഇവിടെ. ആദ്യം തന്നെ ഞാൻ പാറ്റേൺ പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം താഴെ ഒരു ലൈൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 15.5 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 15.5 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ടോട്ടൽ ഒരു 6.5-7 വരെയൊക്കെ നമുക്ക് എടുക്കാം. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് 3.2 ആണ്. പിന്നെ 2.5 ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ്. ടോട്ടൽ അങ്ങനെ 6 മാർക്ക് ചെയ്തേക്കുന്നത്. 6 ആം ഹോള് താഴോട്ടും 6 ഇഞ്ച് നീളത്തിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷോൾഡറും 6, താഴോട്ടും 6. ടോട്ടൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 ഇഞ്ചിൽ ആം ഹോള് കുഴിച്ച് വരച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4. ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9 കിട്ടുന്നുണ്ട്. അപ്പോൾ 9 മാർക്ക് ചെയ്യുക. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4. എത്രയാണോ വേസ്റ്റ് റൗണ്ട് കിട്ടുന്നത് അതേ ഡിവൈഡഡ് ബൈ 4. നമുക്കപ്പോൾ കിട്ടുന്നത് 7 ആണ് കിട്ടുന്നത്. പിന്നെ അവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. അത് പിന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കിങ് വരുന്നത്. പിന്നെ നെക്ക് നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതും കൂടി മാർക്ക് ചെയ്യുകയാണ്. ഫ്രണ്ട് ആലിയ കട്ടിന് 4 ഇഞ്ച് അല്ലെങ്കിൽ 5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് ചരിച്ച് വരച്ചു കൊടുക്കുക. ഇത് ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന മോഡലിൽ ഫ്രണ്ട് വശം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിക്കാണ്. അപ്പോൾ താഴെയും ഫുൾ റൗണ്ടായിട്ട് ഒരേ അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന പടിയും മേളിലോട്ട് കുറച്ച് ഇങ്ങനെ കയറ്റി വെച്ച് വെട്ടിക്കൊടുത്താലേ നമുക്ക് ആ രീതി കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. പറഞ്ഞിരുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം കൂടി കണ്ടു നോക്കുക, അപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ 4 തുണി മടക്കിയിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാണ്ട് ഇതേപോലെ 4 മടക്കി കൊടുക്കുക. ഓപ്പണിംഗ് വരുന്ന വശം അപ്പുറത്തെ സൈഡിലേ വരാവുള്ളൂ. ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന 2 വശവും ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കി ചെയ്യുക. അതായത് തേര് വശം നമ്മുടെ സീം അലവൻസ് വിട്ടേക്കുന്ന ആ ഭാഗത്തായിട്ട് വരണം. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസ് ഞാനിങ്ങനെ 2 മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. പാറ്റേൺ പേപ്പർ എടുത്ത് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നിടത്തുകൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7.2 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തേക്കുന്നത് 3.2 ആണ്. പിന്നെ 1/2 ഇഞ്ച് ചരിച്ചും വെട്ടിക്കൊടുത്തിട്ട് ബാക്ക് ലെങ്ത് നെക്കിൻ്റെ 4 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്ക് വിഡ്ത്ത് 3.2 ആണ് എടുക്കുന്നത്.
നമ്മൾ യോക്ക് എടുത്തേക്കുന്നത് 14.5 അപ്പോൾ ടോട്ടൽ ലെങ്ത് 25 മൈനസ് 14, അപ്പോൾ 10.5 നമുക്ക് കിട്ടുന്നത്. അപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ ആലിയക്കട്ടിൻ്റെ താഴോട്ട് അത് 10.5 വരുന്നത്. അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ മേളിലോട്ട് കയറ്റി നിങ്ങൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെയിം അലവൻസും കൂടി കൂട്ടി അപ്പോൾ 11.5 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിനും കൂടി വേണ്ടിയിട്ട് 11.5 മാർക്ക് ചെയ്യുവാണ്. ഫ്രണ്ടും ബാക്കുമാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത് 22 ആണ് എടുത്തിട്ടുള്ളത്. 22 നേരെ മാർക്ക് ചെയ്ത് താഴോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴ്വശത്തായിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് ചരിച്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുഴിച്ചാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വേറൊരു ക്ലോത്തിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് ജസ്റ്റ് മാർക്ക് ചെയ്തെടുക്കുക, റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഫുള്ളായിട്ട് താഴോട്ട് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് നെക്കും അതുപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും 1.5 ഇഞ്ചിൽ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് നമുക്കിനി ഫിനിഷ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഒറ്റ ഇതായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിന് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ മേളിൽ കൂടി ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഹെമ്മിങ് ഇനി ചെയ്യത്തുള്ളൂ, അതിൻ്റെ മേളിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം, നമ്മൾ ഹെമ്മിങ് ചെയ്യുവാണ് കേട്ടോ, എന്നാലേ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ ഇരിക്കത്തുള്ളൂ. ഫ്രണ്ട് പീസും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ആ തയ്യലിൽ കട്ട് വീഴാതെ ബാക്കിയുള്ളിടം ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും അത് പതിച്ച് ഫ്രണ്ട് പോർഷനും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ ഇനി ആലിയക്കട്ട് പോലെ വരുന്നിടത്താണ് നമ്മൾ ഗ്യാദേഴ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട ക്ലോത്ത് എടുത്തിട്ട് താഴ്വശം മടക്കി അടിച്ചു കൊടുക്കുക.
ബാക്ക് പോർഷനും അതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുവാണ്. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു വിടുവാണ് കേട്ടോ, പ്ലീറ്റ്സ് ഒന്നും ഇടാതെ. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഗ്യാദേഴ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. പ്ലീറ്റ്സിനെക്കാളും കുറച്ചുകൂടി ഫിനിഷിങ് ഗ്യാദേഴ്സിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പോർഷനും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഗ്യാദേഴ്സ് ഇടാനായിട്ട് ഈ നൂല് ഒറ്റ നൂലാക്കി മാറ്റണം. 2 ത്രെഡുണ്ട്, അത് രണ്ടും ഇങ്ങനെ പിരിച്ച് ഒരു നൂലായിട്ട് എടുക്കണം. ഒരു നൂലായിട്ട് എടുത്തതിന് ശേഷം ആ ഒരു നൂലിൽ പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇതാക്കാമെന്നുണ്ടെങ്കിൽ ഗ്യാദേഴ്സ് ആയിക്കോളും. ഇതുപോലെ തന്നെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 1-2 തവണ ചെയ്യുമ്പോൾ ശരിയാവും. ഫസ്റ്റ് തവണ പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നാൽ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നോർമൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുവാണ്. ഫ്രണ്ട് പോർഷനിൽ ഗ്യാദേഴ്സ് ഇട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ബാക്ക് പോർഷനിൽ നിങ്ങൾ ഗ്യാദേഴ്സ് ഇടുക. ഗ്യാദേഴ്സ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ. ഗ്യാദേഴ്സ് ആണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാദേഴ്സ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതുപോലെ ക്ലോത്ത് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇത് ഫ്രണ്ട് പോർഷൻ ആണ്. അവിടെ ഇങ്ങനെ വി പോലാണ് വരുന്നത്. അതിൽ നമ്മൾ ഇതേപോലെ ഗ്യാദേഴ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് സെയിം മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൽ നിന്ന് ഫ്രണ്ട് നെക്കിലോട്ടാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൻ്റെ പീസ് എടുത്ത് ഫ്രണ്ട് നെക്കിലോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പിന്നീട് ലോക്ക് ചെയ്യുന്നുണ്ട്. ലോക്ക് ചെയ്യാത്തവർ 2 സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമ്മൾ സ്ലീവാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. സ്ലീവിൻ്റെ താഴ്വശം നമ്മൾ 1/2 ഇഞ്ചിൽ മടക്കിയിട്ട്
വീണ്ടും 1/2 ഇഞ്ചിൽ മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ചെറിയ ചെറിയ പോയിൻറ്റ്സ് വരെ പറയുന്നതെന്ന് വെച്ചാൽ ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്തവർക്കും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയാവുന്നവരൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം അതിൻ്റെ നോച്ചും മറ്റേ ഷോൾഡറിൻ്റെ സെൻറ്ററും കൂടി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അപ്പം ഫ്രണ്ട് വശം ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ 1/2 ഇഞ്ച് മടക്കിയിട്ട് 1/2 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. എന്തിനാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഹാം ഹോളിൻ്റെ അടുത്ത് ഇങ്ങനെ ചുരുങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം സെൻറ്റർ നോച്ചിൻ്റെ അവിടെ ഷോൾഡർ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണം, കാരണം നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷം അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യുക. ഇങ്ങനെ തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെയാണ് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ രണ്ടും കൂടി കാണിച്ച് വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മറ്റേ സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് സൈഡ് അടിച്ച് പോരുന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ സൈഡ് അടിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഷേപ്പ് അടിക്കുക മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വരെ ഷേപ്പ് അടിച്ച് പോയാൽ മതി. അപ്പോൾ ആലിയക്കട്ട് വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ലീവ് അടിച്ച് നമ്മൾ ആം ഹോളിൻ്റെ അവിടെ വന്നിട്ട് താഴത്തേക്ക് 1/2 ഇഞ്ചിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഷേപ്പൊക്കെ അടിക്കുന്നത്. അപ്പം ബാക്കി വരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഷേപ്പ് അടിച്ച് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ ഷേപ്പ് അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് അടിച്ചു കൊടുക്കുവാണ്. പിന്നെ താഴെ നമ്മൾ ടക്കിട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്നുമില്ല, നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തേക്കുന്നിടത്തുകൂടി സ്റ്റിച്ച് ചെയ്തങ്ങ് എടുത്താൽ മാത്രം മതി. നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ഹെമ്മിങ് ആണ് കുറച്ചും കൂടി ഫിനിഷിങ്. മുകളിൽ കൂടി അടിച്ചു വിടുമ്പോഴത്തേക്കും അത്ര ഭംഗി വരത്തില്ല. അപ്പം ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാ ഇങ്ങനെയാണ്. ഫ്രണ്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.